ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ അതേ കോടതിയിൽ വാദം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പ്രതിഭാഗം വക്കീലും എതിർഭാഗം വക്കീലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രതിഭാഗം വക്കീലാണ് വാദിക്കുന്നത്. അപ്പം മൈലോഡ്, എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ഹർഷൻ ഈ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് മൈലോഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇവരെല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുകയാണ്, ആകെ പേടിച്ച്. അന്നത്തെ ആ രാത്രി തൻ്റെ പ്രതി നമ്മുടെ ധ്രുവനെ കാണാനായിട്ട് എത്തിയത് കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരുന്നു എന്ന് ഉറപ്പിക്കാവുന്നതാണ് മൈലോഡ്. പിന്നെ ഓരോരോ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോഴും അതിലേക്കാണ് എത്തുന്നത്. പ്രതിക്ക് അതിന് വ്യക്തമായ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. കോടതിയിലെത്തിയിരിക്കുന്നത് നമ്മുടെ നന്ദിനിയമ്മയും ആദർശും അതുപോലെ തന്നെ വേണിയും ഗൗരിയും ഒക്കെ കൂടിയാണ് കേട്ടോ. ശങ്കറും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുവാണ് ആകാംക്ഷയോടെ. എന്താ കോടതി വിധിക്കുന്നത്, ശ്യാം സാറിനെ ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോകാം എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് ഇവരെല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോന്നോരോന്ന് വാദിക്കുമ്പോൾ ഇവരുടെ ചങ്കി ഇങ്ങനെ തീ കത്തുകയാണ് കേട്ടോ. ശ്യാമപ്രസാദ് ധ്രുവന് ശത്രുതയുണ്ടായിരുന്നു. പല തവണയായി അദ്ദേഹം അത് തെളിയിച്ചതാണ്. ശ്യാമപ്രസാദിൻ്റെ മകളും ധ്രുവനും തമ്മിൽ പല തവണ വഴക്കുണ്ടായി. അതെ, പല തവണ. അത് മാത്രമല്ല, ശ്യാമപ്രസാദിൻ്റെ മകൾ ഗൗരി നമ്മുടെ ധ്രുവനെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൊടുത്ത പരാതിയുടെ കോപ്പി ഞാൻ കോടതി മുന്നായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ വക്കീല അതങ്ങ് കൊടുത്തു കേട്ടോ. അപ്പോൾ അതേണ്ട ജഡ്ജി അതൊക്കെ എടുത്ത് നല്ല വിശദമായിട്ട് പരിശോധിക്കുകയാണ്. അപ്പോൾ ഹർഷനൊന്ന് വിയർത്തു. ഇനിയിപ്പോൾ എന്താ പറയേണ്ടത് എന്നറിയില്ലാത്തൊരവസ്ഥയിലായി ഹർഷൻ്റെ അവസ്ഥ. മൈലോഡ്, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പ്രതിഭാഗം ഈ പറയുന്ന ചില വാദങ്ങൾ ധ്രുവനെ സഹായിക്കാൻ വേണ്ടി ശ്യാമപ്രസാദ് ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പറയുന്ന ഹർഷൻ വാദിച്ചിരിക്കുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതെ, ആ പാറക്കെട്ടിൽ നിന്ന് കയറാനായിട്ട് പ്രതി നമ്മുടെ ഈ ധ്രുവന് ഹോക്കി സ്റ്റിക്ക് ഇട്ട് കൊടുത്തു എന്നും പ്രതിയുടെ ഒരു കൈക്ക് സ്വാധീനമില്ലാത്തതിനാൽ ഹോക്കി സ്റ്റിക്കിൽ പിടിച്ചു കയറാൻ ഈ ധ്രുവൻ പിടിക്കാൻ ശ്രമിക്കുകയെ കൈ വഴുതി ധ്രുവൻ പാറക്കെട്ടിലേക്ക് വീഴുകയും ചെയ്തു എന്നാണ് നമ്മുടെ ഹർഷൻ വാദിച്ചിരിക്കുന്നത്. ഇതാണ് പ്രതിഭാഗം അവതരിപ്പിച്ച കഥ. ഒബ്ജക്ഷൻ മൈലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഹർഷൻ എണീറ്റു. ഇതൊരിക്കലും ഒരു കെട്ടുകഥയല്ല, ഇത് സത്യസന്ധമായൊരു കഥയാണ് യുവർ ഓണർ എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് മിണ്ടാതെ. അന്ന് നടന്ന സംഭവങ്ങളുടെ യഥാർത്ഥ വിവരണമാണ് ഇപ്പോൾ ഞാൻ കോടതി മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. അയ്യോ, ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് പ്രതിഭാഗം പറഞ്ഞപ്പോൾ ഒബ്ജക്ഷൻ ഓവർ റൂൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഹർഷൻ അവിടെ പോയിരുന്നു. ഇപ്പോഴും പ്രതിഭാഗം ഇറങ്ങി എന്താ പറയുക ആവർത്തിക്കുന്നത് അന്ന് നടന്നുകൊണ്ടിരുന്ന യഥാർത്ഥ സംഭവങ്ങളുടെ എന്താ പറയുക ഒരു വിവരണം മാത്രമാണ് ഇവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ദൃക്സാക്ഷികളോ മറ്റൊന്നുമില്ല. മൈലോഡ്, എനിക്കൊരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. എൻ്റെ സുഹൃത്ത് ഹർഷൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കാം. അതൊക്കെ അന്ന് പാറയിൽ വഴുക്കലുണ്ടായിരുന്നു, രാമപ്രസാദ് ധ്രുവനെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു, ഒക്കെ പറയുന്നത് ഞാൻ കണ്ണുമടച്ച് വിശ്വസിക്കാം. പക്ഷെ എനിക്ക് ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. നല്ല മഴയുണ്ടായിരുന്ന ആ രാത്രിയിൽ അങ്ങനൊരു സ്ഥലത്ത് വെച്ച് ഈ പ്രതിക്ക് ധ്രുവനെ കാണേണ്ട ആവശ്യം എന്തായിരുന്നു? അത് ഇതുവരെയും ആരും ഒന്നും പറഞ്ഞില്ലല്ലോ യുവർ ഓണർ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ മിണ്ടോ നിൽക്കുകയാണ്. അപ്പോൾ ശ്യാം സാർ ആകെ നിന്ന് വേർക്കുക. പ്രതി എന്തിനാണ് അവിടെ ചെന്നത്? അതെ, പ്രൊഫസറായി സമൂഹത്തിൽ മാന്യനായി ജീവിക്കുന്നത് കൊണ്ട് അയാൾ കൊലപാതകം ചെയ്തു എന്ന് പറയുന്നില്ല. മൈലോഡ്, ഇയാൾ ഒരു നിഷ്കളങ്കനാണോ? ഹൃദയശുദ്ധിവനല്ല എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. ഇയാൾ ഒരു കൊലപാതകി തന്നെയാണ് യുവർ ഓണർ. ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയത് ഇയാൾ തന്നെയാണ്. പാവം ചെറുപ്പക്കാരനെ നിഷ്ഠൂരമായി കൊന്നു. അതെ മൈലോഡ്, ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞ ഹർഷൻ എണീറ്റു. അതായത് ധ്രുവൻ്റെ ഒരു കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്നതിന് പോലീസിൻ്റെ കയ്യിൽ ഒരു രേഖകളും ഇതുവരെയും കിട്ടിയിട്ടില്ല. ആ ഒരു അർത്ഥത്തിൽ പിന്നെ എന്തർത്ഥത്തിലാണ് എൻ്റെ കക്ഷിയെ കൊലപാതകി എന്ന് മുദ്ര കുത്തുന്നത്? ഒബ്ജക്ഷൻ ഓവർ റൂൾ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയാൻ, പിന്നെ ഒന്നും പറയാൻ ഹർഷനില്ലായിരുന്നു. അപ്പോൾ ഹർഷൻ പതുക്കെ അവിടെ പോയിരുന്നു. അതെ മൈലോഡ്, ധ്രുവൻ്റേത് ഒരു കൊലപാതകം തന്നെയായിരുന്നു. ഈ പ്രൊഫസർ ശ്യാമപ്രസാദ് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നതും അതിൽ ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വക്കീൽ വേർക്കുന്ന കണ്ട ഇവരും ആകേതായി കേട്ടോ. അത് തെളിയിക്കുന്നതിന് ഈ കേസിൻ്റെ ഡോക്യുമെൻറ്റ്സ് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒരു ദിവസം ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യാനായിട്ട് ഒരു ദിവസത്തെ സമയം അനുവദിക്കണം എന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നന്ദിനിയമ്മയുടെയൊക്കെ ഉള്ളിലാകെ ടെൻഷനായിട്ടോ. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കോടതി സമയം അനുവദിച്ചിരിക്കുന്നു. ഈ കേസ് നാളെ എന്താ പറയുക വാദം കേൾക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്
ജഡ്ജി ക്ലോസ് ചെയ്ത് വെച്ചു. അപ്പോൾ പിന്നെ ശ്യാം സാറ് എന്താണെങ്കിലും വീണ്ടും ജയിലിലേക്ക് തന്നെ പോകേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഹർഷൻ ആകെ ഇതായിപ്പോയി. ഹർഷൻ തലയ്ക്ക് കൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ചിന്നെയും ആരതിയെ കാണുന്നത്. അപ്പോൾ ആരതിയോട് ചോദിക്കുകയാണ്, മോളെ അവരെന്താ ഇതുവരെയും കാണാത്തത്? കുറച്ച് മുന്നേ ആദർശം വിളിച്ചിരുന്നല്ലോ, അവൻ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു. അതെ, ഇച്ചിരി കഴിയുമ്പോഴത്തേനും ഇപ്പം തന്നെ എത്തും എന്ന് പറഞ്ഞാണ് വെച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അവരെല്ലാവരും കൂടെ എത്തിയിട്ടോ. അപ്പം മുത്തശ്ശി ആകെ നോക്കുന്നത് ശ്യാമിനെയാണ്. പക്ഷേങ്കിൽ വേണിയും നന്ദിനിയും ആദർശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചോദിക്കുകയാണ്, ശ്യാം എവിടെ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ മോളെ? അല്ല, അവനെന്താ നിങ്ങളുടെ ഒപ്പം വരാതിരുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. നന്ദിനി, ആദർശേ, ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ മിണ്ടാതെ നിൽക്കുക. നമ്മൾ കേസ് ജയിക്കുമെന്ന് വക്കീൽ ഉറപ്പ് പറഞ്ഞതല്ലേ, എന്നിട്ട് പിന്നെ ശ്യാം എവിടെ മോനെ എന്ന് ചോദിച്ചു. നമ്മൾ കേസ് ജയിച്ചില്ലേ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പം മോനെ, നമ്മൾ കേസ് തോറ്റുപോയോ എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ആദർശ് ഇങ്ങനെ നമ്മുടെ ആരതിയോട് ചോദിക്കുകയാണ്, ആരതി, നീ മുത്തശ്ശിയോട് കാര്യമൊന്നും പറഞ്ഞില്ലേ? എന്തു പറഞ്ഞില്ലേന്ന്? നമ്മൾ കേസ് തോറ്റുപോയോ അതാണോ മോനെ എന്ന് ചോദിച്ചു. അല്ല മുത്തശ്ശി, കേസ് നാളത്തേന് മാറ്റി വെച്ചിരിക്കാം. അതാ അമ്മ വിഷമിക്കണ്ട എന്ന് നന്ദിനി പറഞ്ഞു. ശ്യാമേണ്ട ഉറപ്പായിട്ട് ജാമ്യം നാളെ കിട്ടിയിരിക്കും, ധൈര്യമായിട്ടിരിക്കാമേ എന്ന് പറഞ്ഞു. അല്ല, കേസ് എന്താ മോളെ നാളത്തേക്ക് മാറ്റി വെച്ചത്? എൻ്റെ പൊന്നു മുത്തശ്ശി, ആ അംബിസിഡ് ആവില്ലേ ആ വക്കീല്, അയാൾ ഒരുത്തം കാരണം ഇങ്ങനെ സംഭവിച്ചത്. നമ്മുടെ വക്കീലിൻ്റെ കാര്യമല്ല കേട്ടോ നമ്മൾ പറയണത്, എതിർഭാഗം വക്കീലേ, അയാൾ ഒറ്റ ഒരുത്തം കാരണം കേട്ടോ നമ്മുടെ പ്രൊഫസർക്ക് ഇന്ന് വരാൻ പറ്റാതെ പോയത് എന്ന് വേണി ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവരിങ്ങനെ മിണ്ടാതെ നിൽക്കുക. നമ്മുടെ വക്കീലേ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കോടതിയിൽ കാച്ചിയതാ. മറ്റേ വക്കീൽ പറയുക അങ്ങേർക്ക് പഠിക്കാൻ ടൈം വേണമെന്ന്. അതാണ് പ്രശ്നമായത്. ആദർശേട്ടാ, നന്ദിനിയമ്മേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവൻ ആ വാഷ് ഔട്ട് പഠിച്ചിട്ടല്ലേ വക്കീലായത്? ഇനി എന്തൊട്ട് പഠിക്കാൻ അവൻ ഇറങ്ങിയിരിക്കണത്? വേണി, അത് കേസ് പഠിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എന്തൊട്ട് കേസ് പഠിക്കുന്ന കാര്യമോ ആണോ നന്ദിനിയമ്മേ എന്ന് ചോദിച്ചു. അതെ വേണി, ഒരു കേസ് വാദിക്കുന്നതിന് മുൻപ് ആ വക്കീൽ നന്നായി പഠിച്ചു വച്ചിരിക്കണം. പുതിയ തെളിവുകൾ വരുമ്പോൾ അതും പഠിച്ച് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അല്ല, അയാൾക്ക് ഇത്രയും ദിവസം കിട്ടിയില്ലേ, എന്നിട്ട് അയാൾ കേസ് പഠിക്കാതിരുന്ന എന്താ? അയാൾക്ക് സമയം കിട്ടാഞ്ഞിട്ടാണോ? അയാളുടെ അഹങ്കാരമല്ലേ? അല്ല, നമ്മുടെ വക്കീൽ എന്താ അത് ചോദിക്കാഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ വേണി പൊട്ടം കളിക്കുന്ന പോലെ കളിക്കുകയാണ്. പക്ഷേ പറ്റില്ല എന്ന് വക്കീൽ പറയേണ്ടതായിരുന്നു, പഠിച്ചത്രം വെച്ച് വാദിക്കണമായിരുന്നു. അയാളുടെ ഓരോരോ മണ്ടത്തരം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി പരീക്ഷയ്ക്ക് പഠിച്ചില്ല എന്ന് വെച്ച് പരീക്ഷ മാറ്റി വെക്കാനായിട്ട് ആ കുട്ടിക്ക് പറയാൻ പറ്റുമോ നന്ദിനിയമ്മേ? എന്താ ഞാൻ ചോദിച്ചത് ശരിയല്ലേ? അങ്ങനെ ആ കുട്ടി പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? പിന്നെ ആ വക്കീൽ പറഞ്ഞത് കോടതി കേട്ടത്. വേണി, കോടതിയുടെ രീതികൾ അങ്ങനെയാണ് കേട്ടോ, നമുക്കൊന്നും അറിയില്ല കേട്ടോ, എന്തൊട്ട് രീതികളാണാവോ, ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞു. ദേ വേണി, നിന്നോട് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയണം എന്ന് വിചാരിച്ചതാ. അതിപ്പോൾ എന്തൊട്ടാണാവോ ഇത്ര പ്രധാനപ്പെട്ട കാര്യം? നീ ഇന്ന് ചെയ്തതുപോലെ മേലിൽ കോടതിക്കുള്ളിൽ ഇരുന്ന് സംസാരിക്കാൻ പാടില്ല. സംസാരിക്കാൻ പാടില്ലെന്നോ? എനിക്ക് സംസാരിക്കണമെന്ന് തോന്നിയാലേ ഞാൻ എവിടെ ഇരുന്നാണേലും സംസാരിക്കും. വേണി, അങ്ങനെ ചെയ്യരുത്. നന്ദിനിയമ്മേ, എനിക്ക് മിണ്ടണം എന്ന് തോന്നിയാൽ എനിക്ക് മിണ്ടണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണേ. മിണ്ടാതിരിക്കാൻ പറ്റില്ല. അതിപ്പോൾ കോടതിയാണെങ്കിലും ആശുപത്രി ആണെങ്കിലും അല്ല ഇനിയിപ്പോൾ സിനിമാ തിയേറ്റർ ആണെങ്കിലും ഞാൻ മിണ്ടും. എനിക്കത് പറ്റില്ലെന്നേ. ഞാൻ പിന്നെ എന്താ നന്ദിനിയമ്മ ചെയ്യുക? എങ്ങനെ ഒരു കാര്യം കേട്ടോ, അനുവാദമില്ലാതെ കോടതിയിൽ സംസാരിച്ചാൽ അത് ജഡ്ജിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉറപ്പായിട്ടും നിനക്ക് ശിക്ഷ കിട്ടും. മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു. എനിക്ക് ശിക്ഷ കിട്ടുമോ? ദേ എന്നാ പിന്നെ ഇനി ഞാൻ മിണ്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു വേണി. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുക. ഓ, എനിക്കാണെങ്കിൽ വയറ് വിശക്കണുണ്ട്. അല്ല, നമ്മുടെ മുത്തശ്ശിയും പട്ടുപാടക്കാരിയും പ്രൊഫസർ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നല്ലാതെ വിശന്ന് കയറി വരുന്നവർക്ക് എന്തെങ്കിലും തിന്നാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഞാനൊന്നും ഉണ്ടാക്കിയില്ല, നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്ന് പറഞ്ഞു ആരതി. ശരി, ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കുമെന്ന് കരുതി. അപ്പം പിന്നെ മുത്തശ്ശിയോ? അപ്പം മുത്തശ്ശി എന്ത് ചെയ്യുമെന്ന് ഓർത്താ നീ ഇവിടെ ഇരുന്നത്? മുത്തശ്ശി പട്ടിണി കിടക്കട്ടെ എന്ന് നീ ഓർത്തല്ലേ? അതിന് മുത്തശ്ശി കഴിക്കാറാകുമ്പോൾ ഓൺലൈൻ ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്താൽ പോരെ? നീ കൊള്ളാലോടി. ഇങ്ങനാണെങ്കിലേ നിന്നെ കെട്ടിച്ച് കഴിയുമ്പോൾ നിന്നെ കെട്ടിയവനോടും നീ ഇത് തന്നെ പറയുമോ ആരതി എന്ന് ചോദിച്ചു വേണി. അപ്പം ഫുഡ് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തോളാൻ നീ നല്ല ആളാട്ടോ. എന്താണേലും കൊള്ളാം.
വേണു ചേച്ചി വെറുതെ എന്നെ വഴക്കുണ്ടാക്കാൻ വരല്ലേ എന്ന് പറഞ്ഞു ആരതി. ഓഹോ, ഇപ്പോഴും നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലായിട്ടില്ല അല്ലേ? വേണി, ആരതി, നിങ്ങൾ ഇനി ഇതിൻ്റെ പേരിലൊരു വഴക്കൊന്നും വേണ്ട. ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നന്ദിനി അമ്മ അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. വേണി, അമ്മയുടെ മാനസികാവസ്ഥ മനസ്സിലാവുന്നില്ലേ നിനക്ക്? നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ശോ, അതിന് ഞാൻ നന്ദിനി അമ്മയെ ഒന്നും കുറ്റപ്പെടുത്തി പറഞ്ഞില്ലല്ലോ. ഞാൻ നിങ്ങളുടെ പട്ടുപാവടക്കാരിയല്ലേ പറഞ്ഞത്. എന്താ ആദർശേട്ടൻ എന്താ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവളാ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആരതി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ആദർശ് പോകാൻ തുടങ്ങിയപ്പോൾ, പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ നന്ദിനി അമ്മയുടെ മാനസികാവസ്ഥയെപ്പറ്റി. അതെ, ഈ മാനസികാവസ്ഥയും വിശപ്പും തമ്മിൽ എന്തുട്ടാ മനുഷ്യ ബന്ധമുള്ളത്? വിശപ്പ് തന്നെ കേട്ടോ. എന്നിട്ട് ആദർശം മിണ്ടാതെ അങ്ങ് കയറിപ്പോയി. അപ്പോൾ മുത്തശ്ശി പോകാൻ തുടങ്ങിയപ്പം, മുത്തശ്ശി അങ്ങനെ പോവല്ലേ, എൻ്റെ മുത്തശ്ശി കാര്യം പറഞ്ഞേ. ഞാൻ പറഞ്ഞതിൻ്റെ കുഴപ്പമാണോ, അതോ ഞാൻ പറയണതൊന്നും ഇവർക്ക് മനസ്സിലാകാഞ്ഞിട്ടോ? എന്തിട്ടാ ശരിക്കും ഇവരുടെയൊക്കെ പ്രശ്നം? ഹൈ, മുത്തശ്ശിയും പോയോ? അപ്പോൾ മുത്തശ്ശിയും മിണ്ടാതകത്തേക്ക് കയറിപ്പോയി. ഷേ, എന്തൊരു കഷ്ട എന്നോർത്ത് വേണി. പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ടി വീട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കമൽ ഇത് അടിച്ചു വാരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടത്തി എന്ന് വിളിച്ചുകൊണ്ട് നേരെ ഗൗരി അവിടേക്ക് എത്തി. ആഹാ, നിങ്ങൾ എപ്പോഴാണ് എത്തിയത് എന്ന് ചോദിച്ചു. ഞങ്ങളിപ്പോൾ എത്തിയതേ ഉള്ളൂ. ഇനിയും കുറേ ജോലികൾ തീർക്കാനുണ്ടല്ലേ, ഞാൻ സഹായിക്കാം, നമുക്ക് വേഗം തീർക്കാം. വേണ്ട ഗൗരി, ഞാനേ ജോലികളൊക്കെ ചെയ്തോളാം. നീ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, പോയി റെസ്റ്റ് എടുത്തോ ഗൗരിയെ എന്ന് പറഞ്ഞു. അല്ല, കോടതിയിലെ കാര്യം എന്തായി? കേസ് നാളത്തേക്ക് മാറ്റിവെച്ച് കമലെടുത്തി. എന്താവുമെന്ന് നാളെ അറിയാം. പക്ഷേ പബ്ലിക് പ്രോസിക്യൂട്ടർ തടഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ അച്ഛന് ജാമ്യം കിട്ടുമായിരുന്നു. ഇന്ന് അച്ഛൻ വീട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് എല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ചതാ കമലെടുത്തി. എന്ത് ചെയ്യാനാ, എല്ലാവർക്കും വലിയ വിഷമായി. അപ്പോൾ ഇതേണ്ട കമല നിന്ന് കരയാണ്. ഒരു കാര്യവും മനസ്സിലായില്ല നമ്മുടെ ഗൗരിക്ക്. കമലെടുത്തി, എന്തു പറ്റി, എന്തിനാ കരയണത്, എന്തു പറ്റി എന്ന് ചോദിച്ചു. ഗൗരി, ഞാൻ നിന്നോട് ഒരു തെറ്റ് ചെയ്തു. കമലെടുത്തി എന്നോട് തെറ്റിയേ? എന്നത്? എന്താ കമലെടുത്തി ഇത്? ഏടത്തി എന്താ ഈ പറയണത്? അതെ, എൻ്റെ മുന്നിൽ വേറെ വഴിയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് എങ്ങനെ മനസ്സിലാവാനാ? ഏട്ടത്തി കാര്യം എന്താണെന്ന് തെളിച്ചു പറഞ്ഞേ. പൂജ നടക്കുന്ന സമയത്ത് നീ കേസിൽ തോക്കാൻ വേണ്ടിയിട്ട് അച്ഛനും ശേഖരേട്ടനോട് എന്നെക്കൊണ്ട് നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിച്ചു ഗൗരി. അങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വിട്ട് എന്നെ തല്ലും എന്ന് ശേഖരേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ ചെയ്യാതെ വഴി ഉണ്ടായിരുന്നില്ല ഗൗരി. മോളെ, നീ എന്നോട് ക്ഷമിക്കണം. കമലെടുത്തി, ഇത് കരയാതെ. ഏട്ടത്തി എന്നോട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ ഏട്ടത്തിയെയും ഇവിടെയുള്ള ഓരോരുത്തരെയും എനിക്ക് നന്നായി അറിയില്ലേ. അച്ഛൻ ഒരിക്കലും പുറത്തു വരരുതെന്ന് ഇവരുള്ളവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അവരെന്ത് വേണമെങ്കിലും ആഗ്രഹിച്ചോട്ടെ. അച്ഛൻ്റെ നിരപരാധിത്വം തെളിഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട് ഏട്ടത്തി. എൻ്റെ അച്ഛന് ദോഷം വരുന്ന രീതിയിൽ ഒന്നും പ്രവർത്തിച്ചു പോയി എന്നോർത്ത് നമ്മുടെ ഏട്ടത്തി എന്താണേലും വിഷമിക്കണ്ട. നമ്മളെ പ്രാർത്ഥന ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിക്കേണ്ടതല്ല. നമ്മൾ മനസ്സുകൊണ്ട് ഇഷ്ടത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് കമലെടുത്തി ഈശ്വരൻ ആ പ്രാർത്ഥന കേൾക്കണത്. അതാദ്യം ഒന്ന് മനസ്സിലാക്കുക. എൻ്റെ കമലെടുത്തി എപ്പോഴും എൻ്റെ നന്മ മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ. അതെനിക്ക് നന്നായി അറിയാട്ടോ. കണ്ണൊക്കെ തുടച്ചി ഒന്ന് സന്തോഷമായിട്ടിരുന്നേ എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് ഗൗരി നേരെ റൂമിലേക്ക് ചെന്നു. അപ്പോൾ ശങ്കർ ആകെ തല പൊരുത്തിരിക്കുകയാണ് കേട്ടോ. എന്താ ശങ്കർ, തലവേദനയാണോ? അറിയില്ല, കുറച്ച് തലവേദനയൊക്കെ ഉണ്ട്. എനിക്ക് ഈ കോടതിയിലെ സീനൊന്നും അത്ര സെറ്റായില്ല ഗൗരിയെ. രണ്ട് വക്കീലന്മാർ തമ്മിൽ ശരിക്കും യുദ്ധം നടക്കണത് അല്ലേ? ഒരാൾ പറയണതിന് ഓപ്പോസിറ്റായിട്ട് മറ്റേയാൾ പറയും. രണ്ടുപേരും പറയണത് ശരിയാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. ഈ രാഷ്ട്രീയക്കാരുടെ ഇലക്ഷൻകാരുടെ പ്രചരണം പോലെ. ഇതൊക്കെ കേട്ടോണ്ടിരുന്നാലേ തല പെരുക്കൂട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി ചിരിച്ചിട്ട്, എന്നാൽ ഞാൻ ബാമിട്ട് തരാം. വേണ്ട, നീ റെസ്റ്റ് എടുക്കാം, ഇത് കുറച്ച് കഴിയുമ്പോൾ താനെ മാറിക്കോളും. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഗൗരി വേഗം പോയി ബാം എടുത്ത് തൂക്കാൻ വരികയാണ്. എൻ്റെ പൊന്ന് ഗൗരി, നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? അതനുസരിക്കാൻ നിനക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ? ഇത് ഗൗരി, എനിക്ക് മറുത്ത് പറയുന്നവരുണ്ടല്ലോ, അവരെനിക്ക് കണ്ണിന് കണ്ടുകൂടാ. എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ലോകം നമ്മൾ പറയുന്നത് കേൾക്കണം. അതാ എൻ്റെ ഒരു രീതി. ഇന്ന് വരെ ഞാൻ അതേ കണ്ടിട്ടുള്ളൂ, ചെയ്തിട്ടുള്ളൂ. അല്ല ഗൗരി, എനിക്കറിയാഞ്ഞിട്ട് ഞാനൊരു കാര്യം ചോദിക്കുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും നീ എന്താ എന്നെ അനുസരിക്കാത്തത്? ഒരു കാര്യം ഞാൻ പറയാട്ടോ, നമ്മൾ പറയണ കാര്യങ്ങൾ അനുസരിക്കുന്നവരെയാ എനിക്കിഷ്ടം. ഇനി മറുത്ത് പറയുന്നവരുണ്ടല്ലോ, അവരെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഗൗരി.
ശങ്കർ, എല്ലാവർക്കും അവരവരുടേതായ ഭാഗം പറയാനായിട്ട് ഒരു അവസരം കിട്ടണ്ടേ? മറ്റുള്ളവർക്ക് പറയാനുള്ളത് നമ്മൾ ക്ഷമയോടെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴല്ലേ എന്താ പറയുക ഓരോരോ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. ആഹാ, നമ്മുടെ പ്രൊഫസറുടെ മോളുടെ ഉപദേശം തുടങ്ങിയല്ലോ. സ്റ്റഡി ക്ലാസ്സും തുടങ്ങി. സ്റ്റഡി ക്ലാസ് അല്ല, കുറേ ദിവസമായിട്ട് ഞാൻ ശങ്കറിനോട് കാര്യം പറയാൻ ശ്രമിക്കുന്നതാ. പല തവണ ഞാൻ ശ്രമിച്ചിട്ടും ശങ്കർ അത് കേൾക്കാൻ കൂടി തയ്യാറാവണില്ല. ഇപ്പോഴെങ്കിലും ശങ്കർ അതൊന്ന് കേൾക്കണം. ശങ്കർ, ഇത് കേട്ടേ പറ്റുള്ളൂ, ഇതെൻ്റെ റിക്വസ്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കർ ഇങ്ങനെ കേൾക്കാതിരിക്കുകയാണ്. അത് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേന് താഴെ നിന്ന് നമ്മുടെ ശേഖരൻ്റെ ഒച്ച കേട്ടു. എടാ, നിനക്ക് എന്തുട്ടാടാ പ്രശ്നം? എൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കി തരണം എന്ന് ആരോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലിങ്ങനെ സ്റ്റണ്ട് നടക്കുകയാണ്. അപ്പോൾ അതുപോലെ ഭയങ്കര ഒച്ചപ്പാട് കേൾക്കാം. അപ്പം ഇത് കേട്ടിട്ട് ശങ്കർ എന്തൊട്ടാ ഒരു ബഹളം കേൾക്കണത്? ശേഖരേട്ടൻ്റെ ഒച്ചയാണല്ലോ ഈ കേൾക്കണത്. നമ്മുടെ ശേഖരേട്ടൻ വീണ്ടും കമലേട്ടത്തിയായിട്ട് വഴക്കുമല്ലോ ഉണ്ടാക്കിയോ? അതാണോ? അപ്പം നേരെ ശങ്കർ ഇറങ്ങിപ്പോയി. അപ്പം നമ്മുടെ ഗൗരിക്ക് ആ കാര്യം പറയാൻ പറ്റിയതുമില്ല. ആകെ വിഷമത്തിലായിട്ടോ ആള്. അപ്പോൾ അതേ നമ്മുടെ ശേഖർ അവിടെ നിൽക്കുകയാണ്. നീയൊന്ന് അടങ്ങി നിൽക്കടാ, ഇവിടെ എന്തൊട്ടാ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഒരു സ്ത്രീയും കുറച്ച് പുരുഷന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ. എടോ ചേട്ടച്ചാരെ, എന്തുട്ടാ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ച് ശങ്കർ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോൾ ഗൗരി മേളിൽ നിന്ന് ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇറങ്ങി വന്നില്ല. അപ്പോൾ വന്നിട്ട് എന്താ, ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ഇരിങ്ങാലക്കുട പാർലർ സപ്ലയറല്ലേ? ഈ പെണ്ണേതാ? അതവൻ്റെ ഭാര്യയാ. ഭാര്യയോ? എന്തുട്ടാ ശരിക്കുള്ള പ്രശ്നം പറയാ? സംഭവം ഇത്തിരി കേസാടാ. ഇവൻ്റെ ഈ ഭാര്യയില്ലേ, ഇവൻ്റെ ഭാര്യ അവിടെ തന്നെ ബാറിലെ വേറൊരു പയ്യൻ്റെ കൂടെ അവൾ ഒളിച്ചോടി പോയിന്ന്. അതാണ് പ്രശ്നം. ഇവനും അവൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഇവനെയും ഇവളെയും കൂടെ പൊക്കിക്കൊണ്ട് വന്നിരിക്കാം. മഹാദേവ സാറിനെ കൊണ്ട് തന്നെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. അല്ലാതെ അതിനാ ഞാൻ ഇവളെയും ഇവനെയും കൂടെ കൊണ്ടുവന്നത്. ഇതിനെന്തിനാടാ മഹാദേവ സാറിൻ്റെ തീരുമാനം? നിന്റെ സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് മഹാദേവൻ സാറല്ല, നീയാ തീരുമാനം എടുക്കേണ്ടത്. മനസ്സിലായോ? ശേഖരൻ്റെ കയ്യിലിരുന്ന് ആ ഗണ്ണ് വാങ്ങിച്ചു. ഈ തോക്ക് നീ അങ്ങ് മേടിച്ചോ എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് വച്ചു കൊടുത്തിട്ട് ശങ്കറിന് പിന്നെ കലിപ്പിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകോട്ടല്ലല്ലോ. അതെ, നിന്നെ ചതിച്ചിട്ട് വേറൊരുത്തിൻ്റെ കൂടെ പോയ ഇവളുണ്ടല്ലോ, ഇനി ഇവൾ ഈ ഭൂമിയിൽ ജീവിക്കാനോ അർഹതയില്ലാത്തവളാ. അതുകൊണ്ട് ഇവളെ അങ്ങ് കാച്ചിക്കളടാ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നിൽക്കുക. എടാ, നിന്നോടല്ലേ പറഞ്ഞത്, നീ കേട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവനിങ്ങനെ തോക്ക് ചൂണ്ടിയിട്ടോ. പക്ഷേ എങ്കിൽ അവൻ്റെ കൈ വിറയ്ക്കുക. ഇല്ല ശങ്കർ ഭായ്, എന്നെക്കൊണ്ട് അതിന് കഴിയില്ല, എൻ്റെ കൈ വിറയ്ക്കുക. ആഹാ, എന്നാ വിറയ്ക്കാത്തൊരു കൈയുണ്ട്, ഈ ശങ്കർ ഭായുടെ കൈ കാണണോ നിനക്ക് എന്ന് ചോദിച്ചാൽ നിൽക്കുകയാണ്. നീ ആവശ്യമില്ലാത്ത പണി കാണിക്കല്ലെന്ന് ശേഖരൻ പറയണം. നീ എന്തിനാ ഈ പുലിവാലൊക്കെ പിടിച്ച് തലേ കേട്ടണ ശങ്കറെ? നിനക്ക് എന്താ പറ്റിയത്? അപ്പോൾ സ്വന്തം കെട്ടിയവള് തേച്ച് പോയവളല്ലേ ഇവളിനി ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്തവളാ. ഇവളെ ഇനി വേണ്ട, ഈ ഭൂമിക്ക് തന്നെ ഭാരവാ. ഇവളങ്ങോട്ടേക്ക് പോട്ടെ, ആ പരലോകത്തേക്ക് എന്ന് പറഞ്ഞ ശങ്കർ ഇങ്ങനെ ആകെ ഇതായിട്ട് വയലൻ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.